ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ഇടുക്കി യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയും. ആമപ്പാറ കണ്ടു കഴിഞ്ഞതിന് ശേഷം രാമക്കല്ല് വ്യൂ പോയിൻറ്റിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പം അങ്ങോട്ട് ജീപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയൊരു മല കയറിയിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം അങ്ങോട്ട് നമുക്ക് നടക്കാം. ഇവിടെ പോകുന്ന വഴിയിൽ ചെറിയൊരു പെട്ടിക്കട കണ്ടു. അവിടെ മിനറൽ വാട്ടറും കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് കടകളൊന്നുമില്ല. വലിയൊരു കുന്നിൻ്റെ മുകളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഓരോ ജീപ്പുകളിലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആമപ്പാറ കണ്ടു കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കയറിയ ജീപ്പുകളിൽ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ തന്നെയാണ് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ ടീമായിട്ട് ഇവിടെ എത്തുന്നതിനനുസരിച്ച് ഇതിലെ നടന്ന് ആ വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ ഈ സ്ഥലത്തിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ ഉയരം കൂടിയിട്ടുള്ളൊരു സ്ഥലത്ത് രണ്ട് വലിയ പാറകളുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് രാമപ്പാറ വളരെ അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. നല്ലൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ഉയരത്തിലാണ് ഈ പാറയുള്ളതെന്ന്. അപ്പോൾ ഈ പാറയുടെ അടിവശം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാലോ, അത്രയും ഹൈറ്റിലാണ്. അടിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ശരിക്കും നമ്മൾ നിൽക്കുന്നത്. ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അത്രയും ഉയരത്തിലാണ്. അപ്പോൾ ഈ ഒരു ചെറിയ രണ്ട് പാറകളിലായിട്ടാണ് കേട്ടോ ഇത്രയും ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അവിടെ നിൽക്കാൻ. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്നും ഇരുന്നും ഒക്കെ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഗൈഡ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കി, ആ ഒരു പാറ കണ്ടോ, അവിടേക്ക് പെട്ടെന്ന് നമുക്കൊരു കാലെടുത്ത് വെച്ചാൽ കയറാൻ പറ്റില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് പാറകളും തമ്മിൽ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാടിയെങ്കിൽ മാത്രമേ അപ്പുറത്ത് നിൽക്കുന്ന വലിയ പാറയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ചാണ് കേട്ടോ കയറുന്നത്. കണ്ടോ, അങ്ങനെ കാലെടുത്ത് വെച്ചാലേ അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടെയുള്ള പറ്റാത്തവർക്കൊക്കെ കൂടെയുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ശ്രീരാമൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് തൻ്റെ കാൽപാദങ്ങൾ വെച്ച സ്ഥലമാണ് ഇത്രയും രാമപ്പാറ എന്ന് പറയണത്. വലിയൊരു പാറയാണ്. ഇതായി കാണുന്നതാണ് കേട്ടോ രാമപ്പാറ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് കാൽപാദം വെച്ചു എന്ന് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പാറേനെ രാമപ്പാറ എന്നുള്ള പേര് കിട്ടിയതും അങ്ങനെ വിളിക്കുന്നതും. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് തൊട്ടടുത്ത് നിന്നിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ താഴെയായിട്ടാണ് കമ്പം, തേനി എന്ന് പറയുന്ന സ്ഥലങ്ങളും തമിഴ്നാടിൻ്റെ കുറേ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് മുല്ലപ്പെരിയാർ ഡാമുണ്ട്. അതാ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു സ്ഥലം തന്നെയാണിത്. രാമക്കല്ല് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ വരുന്നവരെല്ലാം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങളിവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം കാണാൻ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും നമുക്ക് ഹിമാലയത്തിലൊക്കെ എത്തിയിട്ടുള്ളൊരു പ്രതീതി പോലെയാണ് കേട്ടോ തോന്നുക. അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് മലകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് കേട്ടോ നമുക്കിവിടെ നേരിട്ട് കാണുമ്പോൾ.
ഇത്രയും എന്താ പറയുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ വേറൊരു യാത്ര എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പുറത്തെ സൈഡിൽ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ, അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, വേറെ എവിടെ ടൂർ പോയാലും വല്ലാത്ത ക്രൗഡും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് വളരെ കൂളായിട്ട് നമ്മുടെ മനസ്സൊക്കെ വളരെ കൂളാവുന്ന പോലെ തോന്നും. നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ വഴിയിലൊക്കെ നിറയെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാശിത്തുമ്പ പോലുള്ളൊരു ചെടിയിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ഒരു ചെടി ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ അതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല കളറും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇതെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. സന്ദർശകർ പലരും പലതരത്തിൽ പല പോസുകളിലുള്ള ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇനി നമ്മൾ കാറ്റാടിപ്പാടം കാണാനായിട്ടാണ് പോണത്. അങ്ങോട്ട് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മലയൊക്കെ ഇറങ്ങി അതിസാഹസികമായിട്ടുള്ള ജീപ്പ് യാത്ര നടത്തിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അവിടേക്കും എത്തുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫോൺ പലതരത്തിലും പല പൊസിഷനിലും പോണ കാരണമായിട്ട് വീഡിയോസൊക്കെ ഇതുപോലെയായി വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കാറ്റാടിപ്പാടം കാണാനായിട്ടാണ്. മുമ്പത്തെ സ്ഥലങ്ങളെ പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പച്ച പിടിച്ച ഒരു താഴ്വാരാണ് കേട്ടോ. നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാനും അവിടെ ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ. സഞ്ചാരികൾ നടന്ന് ഈ ഒരു സ്ഥലത്ത് മാത്രം പുല്ല് വളർന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നിറയെ പച്ച പുല്ലാണ് കേട്ടോ. പച്ച പരവതാനി വിരിച്ചതുപോലെ നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. കണ്ടില്ലേ എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കിയേ. ഇവിടെ നല്ല കുളിർമയുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് കുറച്ചുകൂടെ നടക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ താഴേക്ക് പോവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴും എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സ്ഥലത്തിൻ്റെ ഭംഗി ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ താഴെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ താഴേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളവിടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ ഞങ്ങളും അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. നിറയെ കാറ്റാടി യന്ത്രങ്ങളുണ്ട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ആണ്. പിന്നെ ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണോ അത് തമിഴ്നാടിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. സാധാരണ നമ്മൾ തമിഴ്നാട് കടന്നാലാണ് ഇങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങളൊക്കെ കൂടുതലും കാണാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാനായിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ വണ്ടികളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ച പിടിച്ച പുൽമേടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കുറവൻ കുറത്തി മലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാച്യു കാണാനായിട്ട് ഉള്ളിലേക്ക് കടന്നത്. അങ്ങോട്ട് കടക്കാനായിട്ട് പാസ്സൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ സ്റ്റാച്യു കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റാച്യു. ഇതൊരു വാച്ച് ഹൗസിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റാച്യു ആണ്. നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലിൻ്റെയും അതുപോലെ സംസ്ഥാന മൃഗമായിട്ടുള്ള ആനയുടെയും രൂപത്തിലാണ് ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ളിലൂടെ കോണിപ്പടികളുണ്ട്. മുകളിൽ കയറാനും മുകളിൽ നിന്നുകൊണ്ട് സ്ഥലങ്ങൾ കാണാനും നല്ലൊരു വ്യൂ ആണ് കേട്ടോ മേലെ കയറിയാൽ. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനം ഇവിടെയുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ചും മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയുള്ളൊരു സന്ദേശം നൽകുന്ന ഒരു സ്റ്റാച്യു കൂടിയാണിത്. ഹരിലാൽ എന്നൊരു ശില്പിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു തൈ ചുണ്ടിലൊതുക്കി പിടിച്ച് നിൽക്കുന്ന ഒരു മലമുഴക്കി വേഴാമ്പലും അതിൻ്റെ അടിയിൽ ഒരു മരത്തിൻ്റെ വേരുകൾ പുറത്ത് വന്നിട്ട് നിൽക്കുന്ന ഒരു മരത്തിൻ്റെയൊക്കെ ഒരു രൂപമാണ് ഇതിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ആനയുടെ ശില്പം കൂടി ഉണ്ട് അതിൽ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു സ്റ്റാച്യു തന്നെയാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഈ ഒരു സ്റ്റാച്യു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറവൻ കുറത്തി സ്റ്റാച്യു ഉണ്ട്. നമ്മുടെ ഇടുക്കി ഡാമില്ലേ, 2 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇടുക്കി ഡാം പണിതിട്ടുള്ളത്. അപ്പോൾ അതാണ് കുറവൻ മലയും കുറത്തി മലയും. ആ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഈ കുറവൻ കുറത്തി സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു സ്റ്റാച്യു കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിനോദയാത്രയ്ക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നതും കണ്ടു. കുറവനും കുറത്തിയും മാത്രമല്ല കേട്ടോ ഈ ഒരു സ്റ്റാച്യുവിലുള്ളത്. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ചെറിയൊരു കുട്ടി അമ്മയുടെ കൈ പിടിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുഞ്ഞും. ഈ കുറവൻ കുറത്തി മലയ്ക്ക് മുകളിലാണ് ഈ 2 സ്റ്റാച്യുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല ഉയരത്തിലാണ്, അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വഴിയരികിലായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ പലതരത്തിലുള്ള ഐസ്ക്രീമുകളും ചിപ്സും എല്ലാം ഇവിടെ കടകളിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആ കുപ്പിയിൽ ഒരു ചെടിയാണ് കേട്ടോ ചേട്ടൻ്റെ കയ്യിലാണ് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തില്ലേ, ആ ഒരു ചെടി കുപ്പിയിൽ കുറച്ച് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ഞങ്ങളിനി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അത് വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുപ്പിയിലെ വെള്ളത്തിൽ അതിൻ്റെ വേര് തട്ടുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ ഈ സ്റ്റാച്യു മാത്രമല്ല ചുറ്റുമുള്ള ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. ചുറ്റും മലകളുണ്ട്. അതുപോലെ പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 5:30-6 മണിയോടെ അടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാച്യു ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് പടികളാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ പല സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളും അധ്യാപകരും എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ വരെ മാത്രമേ ഞങ്ങളുടെ ജീപ്പ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി നേരെ താഴേക്കുള്ള ഈ പടികൾ ഇറങ്ങി കുറേ ദൂരം നടക്കാനുണ്ട്. ആ പടികൾ ഇറങ്ങി നേരെ ചെല്ലുന്നത് റോഡിലേക്കാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തും. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടതിന് ശേഷം പിന്നെ നേരെ ഹോട്ടലിലേക്കാണ് യാത്ര. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം കണ്ടപ്പോൾ എനിക്കും അതിലൊന്ന് കയറിയിരിക്കണമെന്ന് തോന്നി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളാണ് കേട്ടോ എന്നെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തത്.
ഈ സമയമായപ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ഒരു വിധം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ഈ പടികൾ ഇറങ്ങിയിട്ട്, കുത്തനെയുള്ള പടികളാണ് കേട്ടോ, നേരെ താഴേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. പടികളാണെന്ന് പറയാൻ പറ്റില്ല, കല്ല് പാവിയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ, നേരെ താഴേക്കുള്ളൊരു വഴിയാണ്. കുറച്ച് കയറി വരാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. താഴേക്ക് ഇറങ്ങാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മേലേക്ക് കയറേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ ആ ചെടി ഒരു കുപ്പിയിലാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് അതവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, കുറേ കുട്ടികൾ, സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന സമയത്താണ് ഈ കുപ്പി താഴെ വെച്ച് മറന്നുപോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ താഴെ എത്തിയിട്ടാണ് അതിൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ വീണ്ടും മേലേക്ക് തന്നെ കയറി വന്ന് ആ കുപ്പിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ താഴേക്ക് ഇറങ്ങിയത്. ഇവിടെയും ഈ ഒരു അസ്തമയ സമയത്തുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. പലരും പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ മേലെ പോയിട്ട് നേരെ താഴേക്ക് വന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഇറക്കം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നിട്ടും അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടൊക്കെ എല്ലാവരുടെയും കാലൊക്കെ നല്ല വേദനയും ഒരുവിധമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നേരെ ഹോട്ടലിലെത്തി റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ താഴേക്ക് പോവാണ്. ഇവിടെ ഒന്നിച്ചാണ് വന്നതെങ്കിലും താഴെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും പല ഗ്രൂപ്പുകളായി വളരെ സ്ലോവിൽ നടന്നിട്ടാണ് വന്നത്. ഞങ്ങളാണെങ്കിൽ പകുതി ദൂരം ചെന്നപ്പോഴാണ് ചെടി എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ ഞാൻ വീണ്ടും നേരെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ നേരെ മുകളിലെത്തിയിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചേട്ടൻ താഴെ നിന്ന് എടുത്തതാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇത്രയും താഴെ നിന്നും മേലേക്കുള്ള ഈ പടികൾ കയറിയാലാണ് നടന്നു പോകുന്നവർക്ക് ഈ ഒരു കുറവൻ കുറത്തി സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ മറ്റേ സൈഡിലൂടെയാണ് വന്നത്, ജീപ്പിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോഴാണ് ഈ ഒരു വഴിയിലൂടെ ഇറങ്ങി വന്നത്. അങ്ങനെ ഞാൻ ചെടിയൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴിയരികിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് ഓരോ ചെടികളൊക്കെ നുള്ളിയിട്ടും പൂക്കളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പലതരത്തിലുള്ള ചെമ്പരത്തികളും പിന്നെ ഇതുപോലുള്ള കുറേ ചെടികൾ, അതുപോലെ കനകാമ്പരപ്പൂവ് നിറയെ നിൽക്കുന്നുണ്ട്. കനകാമ്പരത്തിൻ്റെ ചെടികളാണ് രണ്ട് സൈഡിലും കൂടുതലായിട്ട് കണ്ടത്, വെള്ള നിറത്തിലുള്ള കനകാമ്പരത്തിൻ്റെ ചെടികൾ. അങ്ങനെ ഈ ചെടികളും പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വളരെ സ്ലോവിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുത്തനെയുള്ളൊരു ഇറക്കാണെങ്കിലും രണ്ട് സൈഡിലുള്ള ചെടികളും പൂക്കളും ഒക്കെ കണ്ടുകൊണ്ട് മനോഹരമായ മറ്റു കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തീരെ തോന്നിയില്ല. വളരെ സ്ലോവിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ വണ്ടികളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വണ്ടിയും പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഹോട്ടൽ. എല്ലാവരും അവിടെ എത്തിയൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ക്യാമ്പ് ഫയറും DJ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കണ്ട ഒരു കള്ളിമുൾച്ചെടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ. ഇത് നല്ല ഭംഗിയായിട്ടില്ലേ, ഇത് നിൽക്കണത് കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്.
താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. വഴിയുടെ 2 സൈഡിലുമായിട്ട് നിറയെ കടകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്നവരെല്ലാവരും ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഓരോ കടകളിലൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും തേയില, തേൻ, അതുപോലെ ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് മിക്കവരും കടകളിൽ കയറിയിട്ടുള്ളത്. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല, നേരെ നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വന്ന് ആ വരാന്തയിൽ ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ഫാമിലിക്കും ആയിട്ടുള്ള റൂമിൻ്റെ കീയൊക്കെ അവർ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ ഇത്. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വളരെ നീറ്റായിട്ടുള്ള ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു റൂമായിരുന്നു. കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് ഈ ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള വലിയൊരു ഹാളായിരുന്നു. അവിടെയാണ് DJ-യും ക്യാമ്പ് ഫയറും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോയി. അതിന് ശേഷമായിരുന്നു ഞങ്ങൾക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വലിയൊരു ഹാളിലാണ് DJ ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള വിശാലമായിട്ടുള്ളൊരു ഹാളായിരുന്നു. അതിൻ്റെ നടുക്ക് തന്നെ ക്യാമ്പ് ഫയറൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാട്ടും മേളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഡാൻസ് ചെയ്ത് ശീലമില്ലാത്തതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിതുപോലെയൊക്കെ അല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുള്ളൂ. അപ്പോൾ ഞാനും അവരുടെയൊക്കെ കൂടെ കൂടി. എല്ലാവരും നന്നായി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത ഒരു ടൂറായിരുന്നു ശരിക്കും ഇത്. ചേട്ടനൊക്കെ നല്ല അടിച്ചുപൊളിയായിരുന്നു. അപ്പോൾ കുറേ സമയം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ റോഡിൽ കോളേജ് പിള്ളേരുടെ നല്ല തകർപ്പൻ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ നടന്നു. മൈൻഡൊക്കെ വളരെ റിലാക്സ്ഡ് ആയതുപോലെ തോന്നി. അടുത്ത കാലത്തൊന്നും സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു എൻജോയ് ചെയ്ത ഒരു യാത്ര ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡിന്നർ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.